ആൻഡ് ഗൈറോമിക്ക് നമ്മുടെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒരു സെയിലിന്റെ യുദ്ധം തന്നെയാണ് കണ്ടുകൊണ്ടിരുന്നത്. കണ്ടാൽ മാത്രം പോലല്ലോ ഞാനും വാങ്ങിയ ഒരു ഹെഡ്ഫോൺ. ഇത് കാണാൻ മാത്രമാണോ അതോ കേൾക്കാനും അടിപൊളിയാണോ എന്ന് ചെക്ക് ചെയ്താലോ? ആൻഡ് ഈ ഒരു ഹെഡ്ഫോണിന്റെ ലുക്ക് ആൻഡ് ഡിസൈൻ നോക്കുവാണെങ്കിൽ ഒരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ള അതുപോലെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ലോ വെയിറ്റ് ഡിസൈനിലാണ് വന്നിട്ടുള്ളത് ഹെഡ്ഫോൺ. കൂടാതെ ഹെഡ്ഫോൺസിന്റെ ഡ്രൈവേഴ്സ് ഒക്കെ നോക്കുവാണെങ്കിലും ഒരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഹെഡ്ഫോണിനകത്ത് സോഫ്റ്റ് ആയിട്ടുള്ള ഇയർ കവറിംഗ് ഡിസൈനിലാണ് കുഷൻസ് വന്നിട്ടുള്ളത്. അതുപോലെ നമ്മുടെ തലയ്ക്ക് മുകളിൽ വെക്കുന്ന സമയത്ത് ഹെഡിന് നല്ലപോലെ കംഫർട്ടബിൾ ആയിട്ടുള്ള കുഷൻസിനോടൊപ്പം മിനിമൽ ഫ്ലെക്സിബിൾ ഡിസൈനിലാണ് നമ്മുടെ ഒരു ഹെഡ്ഫോൺ വന്നിട്ടുള്ളത്. ബഡ്ജറ്റ് പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ള ഒരു ഹെഡ്ഫോൺ ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഈ കാണുന്ന ഹെഡ് അഡ്ജസ്റ്റിംഗ് ഫീച്ചർ ആയിട്ടുള്ള അതായത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഫീച്ചർ ഒക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇനിയാണ് സൗണ്ട് ആൻഡ് മ്യൂസിക് ക്വാളിറ്റിക്ക് വേണ്ടി 40mm ഡ്രൈവേഴ്സ്, ബോർഡിന്റെ സിഗ്നേച്ചർ സൗണ്ട് എന്നിങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ഫീച്ചേഴ്സ് ഉള്ളൂ എന്ന് വിചാരിച്ച് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അത്യാവശ്യം നല്ലപോലെ വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള സൗണ്ട് ക്വാളിറ്റിയാണ് ഈ ഹെഡ്ഫോണിൽ നിന്ന് ലഭിക്കുന്നത്. എനിക്ക് ഇതിൽ ഡൗൺ ഗ്രേഡ് ആയിട്ട് തോന്നിയത് വോളിയം മാത്രമാണ്. അത് കുറച്ചുകൂടെ ബൂസ്റ്റപ്പ് ചെയ്യായിരുന്നു. അതുപോലെ ഒരു മൂവി കാണുന്ന സമയത്തും മ്യൂസിക് കേൾക്കുന്ന സമയത്തും അതിനകത്ത് ഡയലോഗ്സ് ആയാലും വോക്കൽസും ഒക്കെ തന്നെ നല്ലപോലെ ക്രിസ്പ് ആയിട്ടാണ് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ബേസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിനകത്ത് ഓവർ ബൂസ്റ്റഡ് ആയിട്ടുള്ള ബേസ് അല്ല യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ബേസ് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നിങ്ങളൊരു സിനിമ കാണുന്ന സമയത്ത് അതിനകത്തിലെ മൾട്ടിപ്പിൾ സൗണ്ട്സ് ഒക്കെ തന്നെ നല്ലപോലെ തന്നെ സിങ്ക്രണൈസ് ചെയ്തുകൊണ്ട് എല്ലാ സൗണ്ടും നമുക്ക് നല്ലപോലെ വിസിബിൾ ആവുന്ന രീതിയിലാണ് ഇതിനകത്ത് ബാലൻസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് ആയിട്ട് ഇനി നിങ്ങൾ കോളിംഗിന് വേണ്ടിയാണ് ഈ ഒരു ഹെഡ്ഫോൺ വാങ്ങിക്കുന്നതെങ്കിൽ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ENS ടെക്നോളജി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് സിംഗിൾ മൈക്രോഫോൺസ് ആണ്, അതായത് മൊത്തം 2 മൈക്രോഫോൺസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. കോളിംഗ് നോക്കുവാണെങ്കിൽ എനിക്ക് അത്യാവശ്യം ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കോളിംഗ് എക്സ്പീരിയൻസ് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഹെഡ്ഫോണിനകത്ത് നമ്മൾ 2 മൈക്രോഫോൺസും അറ്റ് എ ടൈം ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കോളിംഗ് എക്സ്പീരിയൻസ് TWS വൈസ് നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കിട്ടും. അതിൽ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ബ്ലൂടൂത്തിന്റെ 5.2 വെർഷൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ അറ്റ് എ ടൈം നമുക്ക് ഒരു ഹെഡ്ഫോൺ 2 ഡിവൈസിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഡുവൽ പെയറിംഗ് ഫീച്ചേഴ്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മൾട്ടിപ്പിൾ സ്മാർട്ട് ഫോണുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് യാതൊരു പ്രശ്നമൊന്നും തന്നെ ഈ കണക്ടിവിറ്റിയിൽ നിന്ന് ഭാഗത്തൊന്നും വരുന്നില്ല. ആൻഡ് നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ഒരു ഹെഡ്ഫോൺ ഇനി കൺട്രോൾ ചെയ്യണ്ടേ. സോ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് തന്നെ ഇൻബിൽഡ് ആയിട്ടുള്ള ബട്ടൺസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബട്ടൺസിന്റെ ഒരു ഉപയോഗം നോക്കുവാണെങ്കിൽ ഈ കാണുന്ന ഫസ്റ്റ് ബട്ടൺ പവർ ബട്ടൺ ആണ്. ഈ ഒരു പവർ ബട്ടണിൽ തന്നെ നമുക്ക് പ്ലേ അല്ലെങ്കിൽ പോസ് ഓപ്ഷൻ ഒക്കെ വരുന്നുണ്ട്. നെക്സ്റ്റ് ആയിട്ട് വോളിയം ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും ഈ ഒരു ബട്ടണിൽ തന്നെ നമുക്ക് മ്യൂസിക് പ്രീവിയസ് അല്ലെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലോട്ടൊക്കെ പോകാൻ പറ്റുന്നതാണ്. ഇതിന് പുറമെ മറ്റൊരു ബട്ടൺ നമുക്ക് എക്സ്ട്രാ കാണാൻ പറ്റുന്നതാണ്. ഇതാണ് ബീസ്റ്റ് മോഡ്, അതല്ലെങ്കിൽ സിഗ്നേച്ചർ മോഡിലോട്ടൊക്കെ മാറ്റാൻ പറ്റുന്ന ഒരു സ്വിച്ച്. ഇതിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നമുക്ക് ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് വന്നിട്ടുള്ളത്. അതുപോലെ തരക്കേടില്ലാത്ത ഒരു പ്ലാസ്റ്റിക് ബിൽഡ് ക്വാളിറ്റി ആണ് ബട്ടൺസിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഫൈനലായിട്ട് ഇതിന്റെ ബാറ്ററി ബാക്കപ്പ് നോക്കുവാണെങ്കിൽ പോർട്ടിന്റെ ഒട്ടുമിക്ക എല്ലാ പ്രൊഡക്റ്റ് നോക്കുവാണെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാഗമാണ് ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു ഹെഡ്ഫോണിനകത്തും വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ബ്രാൻഡ് പറയുന്ന അനുസരിച്ച് നമ്മൾ ഒരു 1-2 മണിക്കൂർ ഫുൾ ചാർജ് ചെയ്യുന്നതിലൂടെ അപ് ടു 60 മണിക്കൂറിന്റെ പ്ലേ ബാക്ക് ടൈം ലഭിക്കുന്നുണ്ട്. ഒരിക്കലും എന്റെ ഒരു യൂസ് അനുസരിച്ചായിരിക്കത്തില്ല നിങ്ങൾ ഈ ഒരു ഹെഡ്ഫോൺ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഏതൊരു ഇലക്ട്രോണിക് ഡിവൈസ് ആയാലും നിങ്ങളുടെ യൂസ് അനുസരിച്ചാണ് അതിന്റെ ബാറ്ററി ബാക്കപ്പ് കൺസിഡർ ചെയ്യുന്നത്. എന്റെ ഒരു യൂസ് അനുസരിച്ച് ഒരു ഹെവി യൂസർ എന്നുള്ള രീതിയിൽ നോക്കുവാണെങ്കിൽ മാക്സിമം ഒരു 3 ദിവസവും, അതല്ലാതെ നോർമൽ ആയിട്ടുള്ള രീതിയിലാണ് മിനിമൽ ആയിട്ടുള്ള യൂസിലൊക്കെ ആണെങ്കിൽ അപ് ടു 5 ഡേയ്സ് വരെ നമുക്ക് ബാറ്ററി ബാക്കപ്പ് ലഭിക്കുന്നുണ്ട്. അതുപോലെ ബാറ്ററിയുടെ സൈഡിൽ നിന്ന് യാതൊരു ഇഷ്യൂസോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ആൻഡ് ഫൈനലി ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ ചെറിയൊരു ഡിസ്കൗണ്ടിൽ, അതായത് 1350 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. കറന്റ്ലി ഫ്ലിപ്കാർട്ടിലും മറ്റ് പ്ലാറ്റ്ഫോംസിലൊക്കെ തന്നെ ഒരു 1400-1500 രൂപയ്ക്കാണ് ഒരു ഹെഡ്ഫോൺ പർച്ചേസ് ചെയ്യാൻ കിട്ടുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, അതായത് ഒരു 1500 ബഡ്ജറ്റിൽ നല്ലൊരു വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള മ്യൂസിക് ക്വാളിറ്റിയോടൊപ്പം അടിപൊളിയായിട്ടുള്ള ബാറ്ററി ബാക്കപ്പിലാണ് നമ്മുടെ ഒരു ഹെഡ്ഫോൺസ് വന്നിട്ടുള്ളത്. മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ട കാര്യമാണ് ബാറ്ററി ബാക്കപ്പും സൗണ്ട് ക്വാളിറ്റിയും അതുപോലെ അതിന്റെ കംഫർട്ടബിലിറ്റിയും. ഈ ഒരു 1500 ബഡ്ജറ്റിൽ ഫീച്ചേഴ്സ് കുറവാണെങ്കിലും ഉള്ള ഫീച്ചേഴ്സ് നല്ല പോലെയാണ് ഇതിനകത്ത് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഫൈനലി അതൊക്കെയാണ് ബോട്ട് റോക്കേഴ്സ് 413 ഹെഡ്ഫോണിന്റെ ഡീറ്റെയിൽസ് ആൻഡ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ടെക് വീഡിയോസ് ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.